ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു നാറ്റമി. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് സീനിയർ സെക്കൻഡറി മാത്തമാറ്റിക്സിൽ സീനിയർ സെക്കൻഡറി മാത്തമാറ്റിക്സിന്റെ ലൈവ് ക്ലാസ്സിലാണ്. മുമ്പത്തെ ലൈവ് ക്ലാസ്സുകളൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാകും എന്ന് കരുതുകയാണ്. അതിൽ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. വളരെ പ്രധാനപ്പെട്ട ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ ഇതിൽ പറയാൻ പോകുന്നത് ചില പ്രധാനപ്പെട്ട ചില ക്വസ്റ്റ്യൻസ്, എന്നാൽ ഈസി ആയിട്ടുള്ള നമുക്ക് ചെയ്താൽ പെട്ടെന്ന് മനസ്സിലാകുന്ന തരത്തിലുള്ള ചില പ്രോബ്ലംസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത് മാത്സിലെ നമ്മുടെ ഡിറ്റർമിനൻസ് എന്ന് പറയുന്ന പാർട്ടിലെ ചില ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണ് ആ ഒരു ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ള തരത്തിലൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ മെട്രിക്സിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടാവും. അതുമായി റിലേറ്റഡ് ചെയ്തിട്ടുള്ള ഒരു ചാപ്റ്ററാണ് നമ്മുടെ ഡിറ്റർമിനൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡിറ്റർമിനന്റ് കാണുക, ഒരു മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കാണുക എങ്ങനെയാണ്, അതുപോലെ അതിന്റെ കോഫാക്ടറും മൈനറും എങ്ങനെയാണ് കാണുക എന്നുള്ള തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ ഒരു ചാപ്റ്ററിൽ വരിക. പിന്നെ ചില പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പൊതുവെ പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഷോ ദാറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ എല്ലാവർക്കും ഒരു പേടിയാണ്. പക്ഷേ ഇവിടെ നമ്മൾ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്കുള്ളത്. നമുക്കൊന്ന് ചെയ്തു നോക്കാം എങ്ങനെയാണ് ഇത് വരുന്നത് എന്നുള്ള അല്ലെങ്കിൽ ആ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യാം എന്നുള്ള ഇതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമതായിട്ടുള്ളത് നോക്കൂ, ഇവാലുവേറ്റ്. ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്, അതിനെ ഇവാലുവേറ്റ് ചെയ്യണം. ഇവാലുവേറ്റ് ദിസ് മെട്രിക്സ് എന്നാണ്. അപ്പോൾ ഒന്നാമതായിട്ട് നമുക്ക് ഈ പറയുന്ന മെട്രിക്സിനെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യണം. എങ്ങനെയാണ് ഇത് ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളത്? അപ്പോൾ നോർമലി നമ്മൾ ഇതിനെ ഇവാലുവേറ്റ് ചെയ്യാറുള്ളത് ഇത് രണ്ടും ഗുണിക്കുക, അതിൽ നിന്നും മൈനസ് ചെയ്യണം. ഏതാണ് മൈനസ് ചെയ്യേണ്ടത്? ഇത് മൈനസ് ചെയ്യണം. ഇത് രണ്ടും ഗുണിച്ചത് മൈനസ് ചെയ്യണം. ഒരു ഉദാഹരണത്തിന് നമുക്കിതാ ഇങ്ങനെ എ ബി സി ഡി ഇങ്ങനെയാണ് തന്നത്. ഒരു 2x2 മെട്രിക്സ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഇതിനെ ഇങ്ങനെ നമ്മൾ ചെയ്തു എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യാറുള്ളത് എ ഇൻറ്റു ഡി മൈനസ് ബി ഇൻറ്റു സി. ഇതാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഈ ഒരു മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഇവിടെ നമുക്ക് എങ്ങനെ ചെയ്യാം? 2 ഇൻറ്റു 3 മൈനസ് -1 ഇൻറ്റു 4. ഓക്കെ, അപ്പോൾ നോക്കൂ, 2 ഇൻറ്റു 3 6 ആണ്. -1 ഇൻറ്റു 4 എന്ന് പറയുന്നത് -4 ആണ്. അപ്പോൾ 6 -4 ആണ്. അപ്പോൾ നമുക്ക് എത്ര വരും? 10 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇതിനെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് വാല്യൂ വരുന്നത്? 10 ആണ് വാല്യൂ വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റൊരു ഇതും കൂടി നോക്കാം. -3 2 and 3 -5. ഇങ്ങനെ വരുമ്പോൾ എന്താണ് ഇതിന്റെ ഇവാലുവേറ്റ് ചെയ്താൽ എത്ര കിട്ടും എന്ന് നോക്കാം. നോക്കൂ, -3 ഇൻറ്റു 2 -5 ഇൻറ്റു 3. ഓക്കെ, -3 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ -6 -5 ഇൻറ്റു 15 എന്ന് പറഞ്ഞാൽ -5. ഇത് -15 വരും. അപ്പൊ -6 പ്ലസ് 15 ആണ് വരുന്നത്. നമുക്ക് എത്ര കിട്ടുക? 9 ആണ് കിട്ടുന്നത്. ആൻസർ എത്ര കിട്ടും? 9 കിട്ടും. അപ്പോൾ ഈ ഒരു മെത്തേഡ് മാത്രമാണ് നമുക്ക് ഇവിടെ യൂസ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഓക്കെ, വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു മെത്തേഡ് ഇവിടെ യൂസ് ചെയ്യാം. വലിയ ബുദ്ധിമുട്ടൊന്നും വരുന്ന ഒരു ഇതല്ല. നമുക്ക് ഇതേ മോഡലിൽ വരുന്ന അടുത്തൊരു ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ശരിക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഇതേ മെത്തേഡ് തന്നെയാണ് വരുന്നത്. എങ്ങനെ ചെയ്യാം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നോക്കൂ, ഈ ഒരു മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. 6 ഇൻറ്റു 2 മൈനസ് 8 ഇൻറ്റു 4. 6 ഇൻറ്റു 2 എന്ന് പറയുന്നത് 12 മൈനസ് 8 ഇൻറ്റു 4 എന്ന് പറയുന്നത് 32. ഓക്കെ, ഇപ്പൊ 12 മൈനസ് 32 എന്ന് പറയുമ്പോൾ -20 ആണ് വരുന്നത്. -20. 12 മൈനസ് 32 എന്ന് പറയുമ്പോൾ -20. ഇതാണ് ഇവിടെ വരുന്നത്. ഇനി അങ്ങനെയാണെങ്കിൽ നോക്കൂ, നമ്മൾ കംപ്ലീറ്റ് മൈനസ് ഉള്ള ഒരു വാല്യൂ എടുക്കുക. -2 -4
-7 -5 ഇങ്ങനെ വന്നു. എന്തായിരിക്കും വാല്യൂ നോക്കൂ? -2 × -5 -7 × -4. ഓക്കെ, -2 × അപ്പോൾ മൈനസും മൈനസും എന്തായിട്ട് മാറും? പ്ലസ് ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 10 - 28. 10 - 28 എന്ന് പറയുമ്പോൾ -18. ഓക്കെ, -18 ആയിരിക്കും ആൻസർ കിട്ടുക. അപ്പോൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വളരെ ഈസി ആയിട്ട് ഈ പ്രോബ്ലംസ് ഒക്കെ തീർക്കാൻ പറ്റും. വളരെ ഈസിയാണ്, വലിയ ബുദ്ധിമുട്ട് വരുന്നതായിട്ടൊന്നല്ല. ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്താൽ മതി. അപ്പോൾ 2/2 മെട്രിക്സ് വരുമ്പോൾ അത് ഇവാലുവേറ്റ് ചെയ്യാൻ ഇങ്ങനെയാണ്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കുക, എപ്പോഴും നമുക്ക് ഈ പറയുന്ന നമ്പേഴ്സ് മാത്രം വരണം എന്നില്ല, നമ്പേഴ്സ് അല്ലാത്തതും വരാം. അതാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. അത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്കിവിടെ നൽകിയിട്ടുള്ളത്. നോക്കൂ, ഇവിടെ നൽകിയിട്ടുള്ളത് ഈ പറയുന്ന മെട്രിക്സിനെ ഇവാലുവേറ്റ് ചെയ്യണം. അപ്പൊ ഇവിടെ ഉള്ളത് സംഖ്യകൾക്ക് പകരം a+b ആണ്, 2b ആണ്, 2a a+b ഇതാണ് ഉള്ളത്. അപ്പൊ ഇതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കേണ്ടത്. അപ്പോൾ ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ നോക്കൂ, a+b × a+b. രണ്ട് a+b തമ്മിൽ പരസ്പരം ഗുണിക്കുന്നു. -2a × 2b. 2a × 2b. ഓക്കെ, 2a × 2b ഇതാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇതിനെ ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് എന്താണ് കിട്ടുക? ഓക്കെ, a+b × a+b യഥാർത്ഥത്തിൽ എന്താണ്? a+b കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് a+b² ആണല്ലോ കിട്ടുന്നത്. a+b² -2a × 2b അത് ഞാൻ അങ്ങനെ തന്നെ എഴുതി. ഓക്കെ, അപ്പോൾ a+b² -2a × 2b എന്നായിട്ട് മാറും. അപ്പോൾ ഇതിനെ ഒന്നുകൂടി നമുക്ക് നോക്കാം. a+b² എന്തായിരിക്കും? a+b² എന്ന് പറഞ്ഞാൽ a² + b² + 2ab എന്നാണ് ഉള്ളത് അല്ലേ? a² + b² + 2ab എന്നാണ് a+b². പക്ഷെ ഇവിടെ നോക്കൂ, അപ്പൊ ഇതിനെ നമ്മൾ ഒന്ന് വിശദീകരിച്ച് എഴുതുകയാണെങ്കിൽ നമുക്ക് a+b² ആണ്. അപ്പൊ a+b² എന്ന് പറയുമ്പോൾ a² + b² + 2ab എന്ന് വരും. ഓക്കെ, 2ab നോക്കൂ, a+b² എന്നുള്ളത് a² + b² + 2ab എന്ന് എഴുതി. ഇനി എന്താണ് ഇവിടെ നമുക്ക് ബാക്കിയുള്ളത്? നോക്കൂ, ഇവിടെ നമുക്ക് ബാക്കിയുള്ളത് എന്താണ്? 2a × 2b എന്നുള്ളതാണ്. 2a × 2b. അപ്പൊ 2 നമുക്ക് 4 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് വരുന്നത് -4ab എന്നാണ് വരുന്നത്. അപ്പോൾ a² + b² + 2ab -4ab എന്ന് വരുന്നു. അപ്പോൾ ഇവിടെ നോക്കൂ, 2ab - 4ab. അപ്പോൾ ഇതിന് മാറ്റമൊന്നും ഉണ്ടാവില്ല. a² + b² മൈനസ് ഇവിടെ ഉണ്ടാവുന്നത് 2ab - 4ab എന്ന് പറയുമ്പോൾ -2ab എന്ന് വരും. അപ്പൊ a² + b² -2ab. അപ്പൊ ഇവിടെ ഇതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നോക്കൂ, a+b² ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് a² + b² + 2ab. അങ്ങനെയാണെങ്കിൽ a² + b² -2ab എന്ന് കിട്ടണമെങ്കിൽ അത് എന്തായിരിക്കണം? അത് a - b² ആണ്. ഓക്കെ, അപ്പൊ a+b² എന്ന് പറഞ്ഞ് a² + b² + 2ab ആണെങ്കിൽ a - b² എന്ന് പറയുന്നത് a² + b² -2ab എന്നുള്ളതാണ്. അപ്പൊ ഈ -2ab എങ്ങനെ വന്നു? 2ab - 4ab ചെയ്തപ്പോൾ നമുക്ക് -2ab ലഭിച്ചു. അതുകൊണ്ടാണ് ഇവിടെ ഫൈനൽ ആൻസർ ആയിട്ട് വേണമെങ്കിൽ a - b² എന്ന് പറയുന്ന നമ്പറും നമുക്കിവിടെ ചെയ്യാവുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ സമയത്തും നമുക്ക് എന്ത് വരില്ല? ഈ പറയുന്ന തരത്തിൽ നമ്മുടെ സംഖ്യകളും വരില്ല. എക്സ് വരാം, ചിലപ്പോൾ എ വരാം, ചിലപ്പോൾ ബി വരാം, അതല്ലെങ്കിൽ p+q എന്ന് പറയുന്ന നമ്പർ വരാം, ഏത് നമ്പറും വരാം. ഓക്കെ, പക്ഷെ ഇവിടെ നമുക്ക് ഇതുപോലെ ഐഡന്റിറ്റി ഏതെങ്കിലും സെപ്പറേറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ പ്രത്യേകം ഫോക്കസ് ചെയ്ത് അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന നമ്പർ ആഡ് ചെയ്ത് അല്ലെങ്കിൽ ഈ പറയുന്ന ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അത് ഉപയോഗിക്കണം എന്ന് മാത്രം.
ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇതേപോലെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ കുറച്ച് ഡിഫറൻസ് വരുന്നു എന്ന് മാത്രം. ഇവിടെ വരുന്നത് എക്സ് ഉപയോഗിച്ചിട്ടുള്ളൂ, പക്ഷെ അതിലും വ്യത്യസ്തമായിട്ടുള്ള എക്സും നമ്പറുകളും ഉപയോഗിച്ചിട്ടുള്ള ഒന്നാണ് ഇവിടെ വരുന്നത്. നോക്കൂ, എക്സ് മൈനസ് 3 എക്സ് എക്സ് പ്ലസ് 1 എക്സ് പ്ലസ് 3 എന്നാണ് വരുന്നത്, ഈക്വൽ ടു 6. ഇതെന്ത് ചെയ്യണം? തെളിയിക്കണം എന്നാണ്. അത് തെളിയിക്കണമെങ്കിൽ നമുക്ക് എക്സിന്റെ വാല്യൂ കാണണം. ഓക്കെ, അതാണ് നമുക്ക് ചെയ്യുന്നത്. അതായത് ഈ മെട്രിക്സിന്റെ അല്ലെങ്കിൽ ഈ ഡിറ്റർമിനന്റിന്റെ വാല്യൂ 6 ആണ് എന്നുണ്ടെങ്കിൽ എക്സിന്റെ വാല്യൂ എത്രയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിന് നമുക്ക് പല മെത്തേഡുകൾ യൂസ് ചെയ്യാം. സിമ്പിൾ ആയിട്ട് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന മെത്തേഡ് തന്നെ യൂസ് ചെയ്യാം. ഓക്കെ, വേറെ ഒന്നുമില്ലാതെ തന്നെ ഇവിടെ യൂസ് ചെയ്യാം. നമുക്ക് ആദ്യം ഇതിനെങ്ങനെയാണ് ഇതിന്റെ ഡിറ്റർമിനന്റ് കാണുന്നത് എന്നുള്ള ആ വാല്യൂ ഒന്ന് നോക്കാം. ഓക്കെ, ഡിറ്റർമിനന്റ് നമുക്ക് ഇവിടെ 6 തന്നിട്ടുണ്ടെങ്കിലും എങ്ങനെയാണ് അത് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ എക്സ് മൈനസ് 3 ഇൻറ്റു എക്സ് പ്ലസ് 3 ആണ്. അപ്പോൾ എക്സ് മൈനസ് 3 ഇൻറ്റു എക്സ് പ്ലസ് 3 മൈനസ് ഇവിടെ നോക്കൂ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 1. അപ്പൊ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 1. ഓക്കെ, ശ്രദ്ധിക്കണേ, എക്സ് മൈനസ് 3 ഇൻറ്റു എക്സ് പ്ലസ് 3 മൈനസ് എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 1 ആണ് നമുക്കിവിടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ഒന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എന്തായിരിക്കും ആൻസർ വരിക എന്ന് പ്രത്യേകം നോക്കാം. നോക്കൂ, എക്സ് എക്സ് അപ്പൊ എക്സ് സ്ക്വയർ വരും, എക്സ് സ്ക്വയർ. അതുപോലെ തന്നെ സ്ക്വയർ മൈനസ് 9 ആയിരിക്കും നമുക്ക് ആൻസർ കിട്ടുക. എക്സ് സ്ക്വയർ മൈനസ് 9 ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് നമുക്ക് കിട്ടുന്നത്, എക്സ് സ്ക്വയർ മൈനസ് 9. അപ്പൊ എക്സ് സ്ക്വയർ മൈനസ് 9 ആണ്. ബാക്കി ഇവിടെ നമുക്ക് എന്താണുള്ളത്? എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 1. എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 1 എന്ന് പറയുമ്പോൾ അവിടെ മൈനസ് ഉള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. മൈനസ് എക്സ് സ്ക്വയർ. ഓക്കെ, അതുപോലെ മൈനസ് എക്സ്, ഇതാണ് വരുന്നത്. നോക്കൂ, എക്സ് മൈനസ് 3 ഇൻറ്റു എക്സ് പ്ലസ് 3 മൈനസ് എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 1 എന്ന് പറയുന്ന അതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എക്സ് സ്ക്വയർ മൈനസ് 9. അതായത് ഇതിന്റെ വാല്യൂ ആണ് എക്സ് സ്ക്വയർ മൈനസ് 9 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്, അതാണ് ഇതിന്റെ വാല്യൂ. ഓക്കെ, അങ്ങനെ ചെയ്തപ്പോൾ നമുക്ക് എക്സ് സ്ക്വയർ മൈനസ് 9 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് എന്ന് കിട്ടി. ഓക്കെ, അത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. എക്സ് സ്ക്വയർ മൈനസ് 9 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് എന്ന് കിട്ടി. നോക്കൂ, ഇവിടെ എക്സ് സ്ക്വയർ ഒന്ന് പ്ലസ് എക്സ് സ്ക്വയർ ഒന്ന് മൈനസ് എക്സ് സ്ക്വയർ ആണ്. ഇത് രണ്ടിനെയും നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഓക്കെ, ക്യാൻസൽ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ബാക്കിയുള്ളത് മൈനസ് 9 മൈനസ് എക്സ്, അല്ലെങ്കിൽ തിരിച്ച് മൈനസ് എക്സ് മൈനസ് 9 എന്ന് എഴുതാം. ഓക്കെ, നമുക്ക് ഇവിടെ വേണ്ടത് എക്സിന്റെ വാല്യൂ ആണ് അല്ലെ. ഇത് എത്രയാണ് നമുക്ക് നൽകിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ പറയുന്ന ഇതിന്റെ വാല്യൂ എത്രയാണ്? 6 ആണ് എന്ന് നമുക്ക് നൽകിയിട്ടുണ്ട്. അതെങ്ങനെ 6 വന്നു? നോക്കൂ, ഇതിന്റെ വാല്യൂ ഇവിടെ 6 ആണ് നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിന്റെ ഡിറ്റർമിനന്റ് കണ്ടപ്പോൾ അതിന്റെ ഫൈനൽ വാല്യൂ എത്ര ആയിരിക്കും? 6 ആയിരിക്കും. അത് നമുക്ക് മനസ്സിലായി. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നോക്കൂ, ഇനി നമുക്ക് നോക്കേണ്ടത് എക്സിന്റെ വാല്യൂ കാണണം എന്നാണ്. അപ്പൊ ഇത് അങ്ങോട്ട് കൊണ്ടുപോകാൻ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് 15 എക്സ് ഇസ് ഈക്വൽ ടു 15 എന്ന് പറയും. അപ്പൊ എക്സിന്റെ വാല്യൂ എത്രയായി? 15 ആയി. ഓക്കെ, എക്സിന്റെ വാല്യൂ 15 ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇവിടെയും നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഈ പ്രോബ്ലംസ് ചെയ്യാവുന്നതാണ്. വലിയ റിസ്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ആകെ അറിയേണ്ട കാര്യങ്ങൾ നമ്മൾ ഈ പറയുന്ന ഡിറ്റർമിനന്റ് കാണാൻ നമുക്ക് അറിയുമോ ഇല്ലയോ, ഇതാണ് നമുക്ക് നോക്കേണ്ട ഒരു കാര്യം. ഓക്കെ, ഇനി ഇതിപ്പോ 2/2 മെട്രിക്സ് ആണ് നമുക്ക് നൽകിയിട്ടുള്ളത്. ഇനി നമ്മൾ 3/3 മെട്രിക്സിലോട്ട് എങ്ങനെ പോകുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 3/3 മെട്രിക്സ് ചെയ്യാൻ നമുക്ക് ഏതൊക്കെ കാര്യങ്ങളാണ് യൂസ് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ പ്രത്യേകം നോക്കേണ്ടത്. നോക്കാം, ഒരു 3/3 മെട്രിക്സ് ആണ് നമുക്ക് ഇവിടെ നൽകിയിട്ടുള്ളത് അല്ലെ. ഒരു 3/3 മെട്രിക്സ് 1 2 3 2 4 1 3 2 1 എന്ന് പറയും. അതില് ഈ പറയുന്ന മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കാണാനാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. അതെങ്ങനെ കാണും എന്നുള്ള കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, ഇത് ശരിക്കും മനസ്സിലായാൽ മാത്രം നമുക്ക് അടുത്ത് ചെയ്യാൻ സാധിക്കും. നോക്കൂ, നമ്മൾ ആദ്യം നമ്മളിപ്പോ ഈ ഒരു റോ
വെച്ചിട്ടാണ് എടുക്കുന്നത് എന്ന് കരുതുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ മുകളിലുള്ള ഇത് 1 2 3 എന്ന് പറയുന്ന അത് കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവിടെ ആദ്യമുള്ളത് 1 ആണ്. നമ്മൾ എന്ത് ചെയ്യണം? 1 അതുപോലെ തന്നെ ഇത്, എന്നിട്ട് ഇതാ ഇത് എടുക്കുകയാണെങ്കിൽ ഇതിനെ ഒരു മെട്രിക്സ് ആക്കിയിട്ട് ഇതിൻ്റെ ഈ ഡിറ്റർമിനന്റിന്റെ വാല്യൂ കാണും. അതാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ 1 ഇൻറ്റു ഇതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ നമുക്ക് എങ്ങനെ കാണാം നോക്കൂ. 4 × 5 മൈനസ് 1 × 2. ഓക്കെ, 1 × 2. ഇനി നോക്കേണ്ടത് അടുത്ത് 2 നമ്മൾ ചെയ്യണം. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ടത് ആ 2 അതുപോലെ ഇട്ട് കൊടുക്കല്ല, -2 ആണ് അവിടെ ആഡ് ചെയ്യേണ്ടത്. -2 ഇൻറ്റു, അപ്പൊ അത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങോട്ടാക്കി എഴുതാം. ഓക്കെ, -2 ഇൻറ്റു, നോക്കൂ ഇവിടെ 2 ആണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 2 ആണ് നമുക്ക് നൽകിയിട്ട് ഈ 2ൻ്റെതാണ് കാണാനുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ റോയും ഈ കോളനും ഒഴിവാക്കിയിട്ട് ഇതിന്റെ ഡിറ്റർമിനന്റ് കാണും. അതിന്റെ ഡിറ്റർമിനന്റ് കാണെങ്കിൽ എന്ത് വരും? 2 × 5 മൈനസ് 2 × 5 മൈനസ് 1 × 3. റെഡി അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ആരാണ് ബാക്കിയുള്ളത്? നമുക്ക് ബാക്കിയുള്ള ഒരാള് എന്ന് പറയുന്നത്, ഓക്കെ, നമുക്ക് ഇനി ബാക്കിയുള്ള ഒരാള് എന്ന് പറയുന്നത് ഈ 3 വെച്ചിട്ട് നമ്മൾ ചെയ്ത് നോക്കാം. 3 വെച്ചിട്ട് ചെയ്തു. 3 വെക്കുകയാണെങ്കിൽ ഈ 3യുടെ റോയും കോളവും ഒഴിവാക്കുക. അപ്പൊ ബാക്കി നമുക്ക് ഇത് മാത്രമേ വരുള്ളൂ. അങ്ങനെയാണെങ്കിൽ +3 ഇൻറ്റു അത് ഞാൻ ഇവിടെ ചെയ്തു, അതാവും കുറെ കൂടി സൗകര്യം. +3 ഇൻറ്റു, നോക്കൂ 2 × 2 മൈനസ് 4 × 3. ഓക്കെ, ഇത്രയാണ് ഇതിലുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. നോക്കൂ, ഒന്നാമത്തെ നമ്മൾ എന്ത് ചെയ്തു? 1 എടുത്തു, അതിന്റെ റോയും കോളും ഒഴിവാക്കിയാൽ കിട്ടുന്നത് എന്താണോ അതിന്റെ ഡിറ്റർമിനന്റ് കണ്ടു. ഇനി രണ്ടാമത്തെ എടുക്കുമ്പോൾ അതിന്റെ കൂടെ ഒരു മൈനസ് എന്ന് പറയുന്ന ചിഹ്നം ചേർക്കുക. അതിന്റെ റോയും കോളനും ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളതിന്റെ ഡിറ്റർമിനന്റ് കാണുക. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ റോയും ഇതെടുക്കുക, അതിന്റെ റോയും കോളനും ഒഴിവാക്കി ബാക്കിയുള്ളതിന്റെ ഡിറ്റർമിനന്റ് കാണുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഇനി ഇത് ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ മതി. നമുക്ക് എന്താണ് വരിക? 1 ഇൻറ്റു എത്രയാണ് വരുന്നത് നോക്കൂ, 4 × 5. 4 × 5 എന്ന് പറഞ്ഞാൽ 20 അല്ലെ? 20 മൈനസ് 1 × 2. ഞാൻ അങ്ങനെ തന്നെ എഴുതാം, 20 മൈനസ് 2. ഓക്കെ, -2 ഇൻറ്റു, നോക്കൂ, -2 ഇൻറ്റു 2 × 5 10 മൈനസ് 1 × 3 എന്ന് പറയുമ്പോൾ 3. അപ്പൊ 10 മൈനസ് 3. ഓക്കെ, 10 മൈനസ് 3. ഓക്കെ, പ്ലസ് ഇനി എത്രയാണ്? 3 അല്ലേ? +3 ഇൻറ്റു 2 × 2 4 ആണ്, മൈനസ്, നോക്കൂ 2 × 2 4 ആണ്, 4 മൈനസ് 4 × 3 12 ആണ്. 4 മൈനസ് 12 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 1 ഇൻറ്റു 20 മൈനസ് 2 എന്ന് പറയുമ്പോൾ 18 മൈനസ് 2 ഇൻറ്റു 10 മൈനസ് 3 7 പ്ലസ് 3 ഇൻറ്റു 4 മൈനസ് 12 മൈനസ് 8. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 1 × 18 2 × 7 എന്ന് പറയുമ്പോൾ 14. അപ്പോൾ -2 × 7 എന്ന് പറയുമ്പോൾ -14. 3 × 8 എന്ന് പറയുമ്പോൾ 24 ആണ്. ഓക്കെ, അതിൻ്റെ 3 × -8 എന്ന് പറയുമ്പോൾ -24. ഓക്കെ, അപ്പോൾ 18 -14 -24 അപ്പോൾ എത്ര വരും? -38 വരും. അപ്പോൾ 18 - 38 എന്ന് പറയുമ്പോൾ നമുക്ക് ആൻസർ വരുന്നത് -20 ആണ്. -20 ആണ് നമുക്ക് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നോക്കൂ, ഇവിടെ നമ്മൾ ചെയ്ത മെത്തേഡുകൾ എന്തൊക്കെയാണെന്ന് ഓർമ്മയുണ്ടല്ലോ.
ഫസ്റ്റത്തെ ഇവനെ എടുക്കുകയാണെങ്കിൽ അതിന്റെ റോയും കോളനും ഒഴിവാക്കുക, ബാക്കിയുള്ളതിന്റെ ഡിറ്റർമിനന്റ് വെച്ചിട്ട് അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി രണ്ടാമത്തെ ആളെ എടുക്കുമ്പോൾ മൈനസ് എന്ന് പറയുന്ന സൈന് ചേർത്ത് കൊടുക്കുക, അതിന്റെ റോയും കോളനും ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളതിന്റെ ഡിറ്റർമിനന്റ് കാണുക, അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അടുത്തത് +3. ഓക്കെ, അത് വെച്ചിട്ട് അതിന്റെ റോയും കോളനും ഒഴിവാക്കി ബാക്കിയുള്ളതിന്റെ ഡിറ്റർമിനന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ ചെയ്ത് അതിനെ സിംപ്ലിഫൈ ചെയ്ത് ലാസ്റ്റ് നമുക്ക് എത്ര കിട്ടി? 18 -14 -24 കിട്ടി. അപ്പോൾ 80 - 38 വന്നപ്പോൾ -20 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്ന. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ആൻസർ കാണുക. ഒരു 3/3 മെട്രിക്സിന്റെ ആൻസർ കാണുന്ന നോർമൽ രീതി ഇതാണ്. അപ്പോൾ ഇവിടെ ഇതിന്റെ ഡിറ്റർമിനന്റ് കാണുന്ന, ഇതിന്റെ വാല്യൂ കാണുന്ന രീതിയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ 3/3 2/2 മെട്രിക്സിൽ ഡയറക്റ്റ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയായിരുന്നു, അതിൽ നിന്ന് ചെയ്താൽ മതിയായിരുന്നു. ഇവിടെ അങ്ങനെയല്ല, അതിന്റെ റോയും കോളനും ഒഴിവാക്കി ബാക്കിയുള്ളതിന്റെ സൈനും എല്ലാം ശ്രദ്ധിക്കുന്ന തരത്തിൽ അങ്ങനെ ചെയ്താൽ മാത്രമേ ഇവിടെ നമുക്ക് മാർക്ക് ലഭിക്കുകയുള്ളൂ. ഇത്തരത്തിലുള്ള മറ്റു ചില പ്രോബ്ലം കൂടി ചെയ്യുമ്പോൾ നമുക്ക് ആ കൺഫ്യൂഷൻ ഒന്ന് മാറിക്കിട്ടും. ഓക്കെ, ഒന്ന് ചെയ്തു നോക്കാം എങ്ങനെയാണ് അത് വരുന്നത് എന്ന്. നോക്കൂ, ഇവിടെ നമുക്ക് നൽകിയിട്ടുള്ളത് ഒരു മെട്രിക്സ് നൽകിയിട്ടുണ്ട്. 1 2 3 3 1 2 2 3 1. അതിന്റെ ഡിറ്റർമിനന്റ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നോർമലി നമുക്ക് അറിയാവുന്ന കാര്യം എടുക്കാം. 1 ഇൻറ്റു ഓക്കെ 1 ഇൻറ്റു ഇവിടെ നോക്കൂ, ഇതാണ് നമുക്ക് ഇപ്പോൾ കാണേണ്ടത്. ഇതിന്റെ റോയും കോളും ഒഴിവാക്കി അങ്ങനെ ചെയ്യുന്നു. 1 ഇൻറ്റു 1 1 മൈനസ് 2 ഇൻറ്റു 3 2 ഇൻറ്റു 3 എന്നാണ്. 1 ഇൻറ്റു 1. ഓക്കെ, ഇനി ഇവിടെ 2 ആണ്, പക്ഷെ നമ്മൾ -2 ആണ് കൊടുക്കേണ്ടത്. അപ്പൊ അതിന്റെ റോയും കോളനും ഒഴിവാക്കിയാൽ 3 ഇൻറ്റു 1 3 ഇൻറ്റു 1 മൈനസ് 2 ഇൻറ്റു 2 2 ഇൻറ്റു 2. ഓക്കെ, നോക്കൂ, ഇവിടെ ഈ 2 കൊടുത്തു, അതിന് നമ്മൾ മൈനസ് കൊടുത്തു, അതിന്റെ റോയും കോളനും ഒഴിവാക്കി ബാക്കിയുള്ളതിന്റെ ഡിറ്റർമിനന്റ് കാണുക. അപ്പൊ 3 ഇൻറ്റു 1 മൈനസ് 2 ഇൻറ്റു 2 എന്ന് പറയും. ഇനി അടുത്ത ആള് 3 ആണ്. ഓക്കെ, അപ്പൊ 3 അപ്പൊ +3 ആണ് വരുന്നത്. ഓക്കെ, +3 ഇൻറ്റു നോക്കൂ, 3ന്റെ റോയും കോളനും ഒഴിവാക്കി, അതാണ് 3 വരിക, അതിന്റെ റോയും കോളും നമ്മൾ ഒഴിവാക്കി. ബാക്കി നമുക്ക് ഇവിടെ 3 ഇൻറ്റു 3 മൈനസ് 2 ഇൻറ്റു 1 2 ഇൻറ്റു 1 ഇത്രയാണ് നമുക്ക് നൽകിയിട്ടുള്ളത് അല്ലെ. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് ഈ പറയുന്നതിന്റെ വാല്യൂ നമ്മൾ കാണുക എന്നുള്ളത് നോക്കുക. അപ്പൊ നമുക്ക് ഇവിടെ 1 ഇൻറ്റു ഏതാണ് ഫസ്റ്റത്തിന്റെ വാല്യൂ വരുന്നത്? 1 മൈനസ് 2 ഇൻറ്റു 3 എത്രയാണ്? 6 ആണ്. ഓക്കെ, 1 മൈനസ് 6 -2 ഇൻറ്റു നോക്കൂ, -2 ഇൻറ്റു 3 മൈനസ് 4 3 മൈനസ് 4 +3 ഇൻറ്റു 3 ഇൻറ്റു 9 3 ഇൻറ്റു 3 9 9 മൈനസ് 2. ഓക്കെ, 9 മൈനസ് 2. ഓക്കെ, ഇത്രയും നമുക്ക് കിട്ടി. ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ 1 മൈനസ് 5 എന്ന് പറയും 6 എന്ന് പറയുന്നത് -5 ആണ്. -5 ഇൻറ്റു അപ്പോൾ 1 ഇൻറ്റു -5 -2 ഇൻറ്റു 3 മൈനസ് 4 എന്ന് പറയുന്നത് -1 ആണ്. +3 ഇൻറ്റു 9 മൈനസ് 2 എന്ന് പറയുന്നത് 7 ആണ്. ഓക്കെ, അപ്പോൾ വീണ്ടും 1 ഇൻറ്റു -5 എന്ന് പറയുമ്പോൾ -5 -2 ഇൻറ്റു -1 എന്ന് പറയുമ്പോൾ +2 3 ഇൻറ്റു 7 എന്ന് പറയുമ്പോൾ +21. ഓക്കെ, അപ്പോൾ നോക്കൂ, 23 മൈനസ് 5 എന്ന് പറയുമ്പോൾ എത്രയായി? 18 നമ്മുടെ ആൻസർ വരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? വളരെ ഈസി ആയിട്ട് ഇതിന്റെ ആൻസർ കാണാവുന്നതാണ് അല്ലേ? ഈസി ആയിട്ട് കാണാം. ഇവിടെ നമ്മൾ ആകെ എന്താണ് യൂസ് ചെയ്തിട്ടുള്ളത്? നമ്മുടെ ആ ഡിറ്റർമിനന്റ് കാണുന്ന ആ ഫോർമുല മാത്രമാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ആ ഫോർമുല യൂസ് ചെയ്ത് നമുക്ക് ഈ പറയുന്നതിന്റെ ആൻസർ നമുക്ക് കിട്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തതൊന്ന് നോക്കാം. അടുത്ത ഇതേ മോഡലിലുള്ള ഒന്നുകൂടിയാണ്, അത് എങ്ങനെ ചെയ്യുന്നു എന്ന് നോക്കാം. ഇവിടെ നമുക്ക് നൽകിയിട്ടുള്ളത് ഒന്നുകൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് ഇവിടെ ഉള്ളത് -1. അപ്പൊ അവിടെ അത് ശ്രദ്ധിക്കണം, -1 അത് അതുപോലെ തന്നെ എഴുതി, അതിൽ സൈന് മാറ്റമില്ല. ഇൻറ്റു
അതിൻ്റെ റോയും കോളും ഒഴിവാക്കി, റോയും കോളും ഒഴിവാക്കിയപ്പോൾ നമുക്ക് 1 into 3 minus 2 into 3. 2 into 3. ഓക്കെ, മൈനസ് ഇവിടെ വീണ്ടും -2 ആണ് വരുന്നത്. -2 ഇൻറ്റു നോക്കൂ, 2 നമ്മൾ ഇവിടെ ഒഴിവാക്കി അല്ലെ, 2ന്റെ റോയും കോളിനെ ഒഴിവാക്കി. അപ്പോൾ നമുക്ക് 1 into 3 minus 1 into 3 minus 3 into 3. 3 into 3. ഓക്കെ, ഇനി ഇവിടെ +4 ആണ് വരുന്നത്. +4 ഇൻറ്റു നോക്കൂ, ഇതിൻ്റെ റോയും കോളനും നമ്മൾ ഒഴിവാക്കിയപ്പോൾ നമുക്ക് കിട്ടിയത് 1 into 2 minus 1 into 3. 1 into 3. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇവിടെ ഉള്ളത്. ഇതിനെ നമുക്ക് ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യാം. ഓക്കെ, നമുക്ക് ആദ്യം നമുക്ക് -1 ഇൻറ്റു നമുക്ക് ഏതാണ് കിട്ടുന്നത്, 3 minus 6 അല്ലേ, 3 minus 6 -2 ഇൻറ്റു നോക്കൂ, -2 ഇൻറ്റു 3 minus 9. 3 minus 9 +4 ഇൻറ്റു നോക്കൂ, +4 ഇൻറ്റു 2 minus 3. 2 minus 3. ഇത്രയാണ് നമുക്കുള്ളത് അല്ലേ. അപ്പോൾ -1 ഇൻറ്റു 3 minus 6 എന്ന് പറഞ്ഞാൽ -3 ആണ്. ഓക്കെ, -2 ഇൻറ്റു 3 minus 9 എന്ന് പറയുമ്പോൾ -6 ആണ്. ആൻഡ് ദെൻ +4 ഇൻറ്റു 2 minus 3 എന്ന് പറയുമ്പോൾ -1 ആണ്. ഓക്കെ, അപ്പോൾ നോക്കൂ, ഇവിടെ -1 ഇൻറ്റു -3 എന്ന് പറയുന്നത് 3 ആണ്. ആൻഡ് -2 ഇൻറ്റു -6 എന്ന് പറയുന്നത് +12 ആണ്. ദെൻ 4 ഇൻറ്റു -4 എന്ന് പറയുമ്പോൾ -4. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, 15 minus 14 എന്ന് പറയുമ്പോൾ 11 ആണ് വരുന്നത്. 12 3 12 15, 15 - 4 എന്ന് പറയുമ്പോൾ 11 ആണ് നമുക്ക് ആൻസർ വരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ വാല്യൂ കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ഈ ഈസി ആയിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്താ പറയുക, കുറെ കൂടി സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളാണ് ഇത്. 3x3 മെട്രിക്സ് ആകുമ്പോഴും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. നമുക്ക് അവിടെ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ ഏതാണോ നമ്മൾ എടുക്കുന്നത് അതിൻ്റെ റോയും കോളും ഒഴിവാക്കി ബാക്കിയുള്ളതിൻ്റെ ഡിറ്റർമിനന്റ് കണ്ടിട്ട് അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. സൈന് ഉണ്ടാകുമ്പോൾ രണ്ടാമത്തെ സൈന് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അത്രേ മാത്രമേ ഇതിൽ ഒരു കൺഫ്യൂഷൻ ആയിട്ട് വരുന്ന ഒരു ഭാഗം ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ഒരു ലൈവ് നമ്മൾ ഇന്നത്തെ ലൈവ് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇത്രയും കുറഞ്ഞ കാര്യങ്ങൾ മാത്രം, എന്നാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ 3x3 മെട്രിക്സിന്റെ അത് ഡിറ്റർമിനന്റ് കാണുന്നത്. ആ 3x3 മെട്രിക്സിന്റെ ആ ഡിറ്റർമിനന്റ് കാണുന്ന വാല്യൂ അല്ലെങ്കിൽ അതിലാണ് ചില ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുക. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും നമ്മളത് ചെയ്തിട്ടുള്ളത്. അപ്പൊ അവിടെ മൈനസ് വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ രണ്ടാമത്തെ സംഖ്യ -4 അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ അവിടെ ഒരു മൈനസ് കൂടി എക്സ്ട്രാ വരുന്നു എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർത്തു വെക്കണം. അപ്പോൾ മൈനസ് വരുമ്പോൾ എന്താകുന്നു എന്നുള്ള ആ ബേസിക് കാര്യങ്ങൾ ഓർമ്മയിൽ ഉണ്ടായിട്ട് വേണം നമ്മൾ ഇത് ചെയ്യാൻ. അപ്പോൾ ഇത്രയും ആണ് നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മുടെ ലൈവ് നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് വീണ്ടും അടുത്തൊരു ക്ലാസ്സിൽ കാണാം. അതുവരെ ബൈ.